മഹാഭാരതം ഇതിഹാസ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. തന്റെ മക്കളുടെ ശ്രേയസ്സിനു വേണ്ടി പാണ്ഡവരെ ഹസ്തനാപുരിയിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുക എന്നതായിരുന്നു കൗരവ രാജാവായ ധൃതരാഷ്ട്രന്റെ ഉദ്ദേശം. അതിനായി അദ്ദേഹം പാണ്ഡവരെ വാരണാവതം എന്ന നാട്ടിലേക്ക് പറഞ്ഞയച്ചു. എന്നാൽ ദുര്യോധനന്റെ ഉള്ളിലിരിപ്പ് അതായിരുന്നില്ല. ജന്മശത്രുക്കളായ പാണ്ഡവരെ വാരണാവതത്തിൽ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലുക എന്നതായിരുന്നു. അതിനായി പുരോചനൻ എന്ന വിശ്വസ്തനായ മന്ത്രിയെ നിയോഗിക്കുകയും ചെയ്തു. വാരണാവതത്തിലെത്തിയ പാണ്ഡവർ ശിവാലയം എന്ന അരക്കില്ലത്തിൽ താമസമാക്കിയെങ്കിലും വിതുരന്റെ രഹസ്യമായ അറിയിപ്പിൽ അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഘനകൻ എന്ന തുരങ്കപ്പണിക്കാരന്റെ സഹായത്തോടെ രക്ഷാമാർഗങ്ങൾ ചെയ്തു. ഒരു ദിവസം രാത്രി പുരോചനൻ ഉറങ്ങുന്ന സമയത്ത് ഭീമൻ അരക്കില്ലത്തിന്റെ വാതിലുകൾ തീ കത്തിച്ചിട്ട് കുന്തിയെയും സഹോദരങ്ങളെയും കൂട്ടി രഹസ്യ ഗുഹാമാർഗത്തിൽ പ്രവേശിച്ചു. തുടർന്ന് കേൾക്കുക. അഗ്നിയാളിപ്പടരുന്ന അരക്കില്ലത്തെ കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ അലമുറയിട്ട് കരഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട കുന്തിയും മക്കളും തീയിൽ വെന്ത് വെണ്ണീറായെന്ന് അവർ പറഞ്ഞ് നിലവിളിച്ചു. ദുഷ്ടനായ ദുര്യോധനന്റെ കൽപ്പന പ്രകാരം ദുർബുദ്ധിയായ ധൃതരാഷ്ട്രന്റെ ഒത്താശയോടെ തന്റെ നാശത്തിനു വേണ്ടി പുരോചനനെ കൊണ്ട് പുരം പണിയിക്കുകയും ആ മന്ത്രിയെ കൊണ്ട് പുരം ചുട്ടിരിക്കുകയും ചെയ്തു. അയ്യയ്യേ, ധൃതരാഷ്ട്രൻ മഹാക്രൂരൻ തന്നെ. നല്ലവരായ പാണ്ഡവന്മാരെ അവർ ശത്രുക്കളെപ്പോലെ ചുട്ടുവല്ലോ. ആ പാപിയായ പുരോചനനും തീയിൽപ്പെട്ടത് നന്നായി. അതാണ് ദൈവനീതി. വാരണാവതം നാട്ടുകാരുടെ നിലവിളി കൊണ്ട് മുങ്ങി. ഈ സമയം പാണ്ഡവന്മാർ അമ്മയോടുകൂടി തുരങ്കത്തിലൂടെ പുറത്തു കടന്നു. ഉറക്കമിളച്ച് പാണ്ഡവർ ക്ഷീണിതരായിരുന്നു. എന്നാൽ ഭീമൻ അമ്മയെ തോളിലേറ്റി നകുല സഹദേവന്മാരെ ഒക്കത്തിരുത്തി ധർമ്മജനെ വലം കൈയിലും അർജുനനെ ഇടം കൈയിലുമെടുത്ത് അതിവേഗം മുന്നോട്ട് നടന്നു. നടത്തയുടെ ഊക്കിൽ മരങ്ങൾ തകർന്നു വീണുകൊണ്ടിരുന്നു. കാല് ഭൂമിയിൽ കുത്തുമ്പോൾ ഭൂമി കുലുങ്ങി. വായുവേഗത്തിലാണ് ഭീമൻ നടന്നത്. ഈ സംഭവങ്ങളെല്ലാം മുൻകൂട്ടി മനസ്സിലാക്കിയ വിതുരൻ ഒരു വിശ്വസ്തനെ കാട്ടിലേക്ക് അയച്ചിരുന്നു. അവൻ കാട്ടിൽ വന്ന് പാർത്ഥന്മാരെ കണ്ടു. അവർ നദീതീരത്ത് വരുമെന്നും വിതുരൻ ഊഹിച്ചറിഞ്ഞിരുന്നു. വിതുരൻ കണക്ക് കൂട്ടിയതുപോലെയാണ് കാര്യങ്ങൾ നടന്നത്. അതിനാൽ അവർക്ക് ഗംഗാനദി മുറിച്ചു കിടക്കാൻ ഒരു പായ്വഞ്ചി തയ്യാറാക്കിയിരുന്നു. ആ വഞ്ചിയിൽ വിതുരന്റെ വിശ്വസ്തരായ തുഴച്ചിൽക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ വഞ്ചിയിലെത്തിയ ദൂതൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഹേ യുധിഷ്ഠിര, ഞാൻ വിതുരന്റെ വിശ്വസ്തനാണ്, സംശയിക്കേണ്ട. വിതുരന്റെ അടയാളവാക്യവും അയാൾ പറഞ്ഞു. വിതുരൻ പറഞ്ഞു, കർണനെയും അനുജന്മാരോട് കൂടിയ ദുര്യോധനനെയും ശകുനിയെയും ഭവാൻ ജയിക്കും, തീർച്ചയാണ്. വെള്ളത്തിൽ സുഖമായി ഈ വഞ്ചി പായും. നിങ്ങളെ എല്ലാവരെയും ഈ വഞ്ചി ദൂരെ കൊണ്ടുചെന്നാക്കും. വിതുര സന്ദേശമറിഞ്ഞ പാണ്ഡവർ തോണിയിൽ കയറി ഗംഗയുടെ മറുകരയിലെത്തി. അവർ വിജയാശംസകൾ നേർന്നിട്ട് വിതുരന്റെ ദൂതന്മാർ വഞ്ചിയുമായി തിരിച്ചുപോയി. ഗംഗാനദിയുടെ കരയിലൂടെ ആ രാത്രി അവർ രഹസ്യമായി നടന്നു നീങ്ങി. പിറ്റേന്ന് പ്രഭാതത്തിൽ ചുട്ടിരിക്കപ്പെട്ട അരക്കില്ലത്തിനു ചുറ്റും നാട്ടുകാരും പ്രമാണികളും രാജാക്കന്മാരും ഒത്തുകൂടി. അരക്കില്ലത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കത്തിക്കരിഞ്ഞ 7 ശവശരീരങ്ങൾ അവർ കണ്ടു. ഒരിടത്ത് 6 പേരും മറ്റൊരിടത്ത് ഒരാളും തിരിച്ചറിയാനാകാത്ത വിധമാണ് കരിഞ്ഞു കിടക്കുന്നത്. പാണ്ഡവന്മാർ
നശിച്ചു പോകാൻ ദുര്യോധനൻ ചെയ്ത ചതിയാണെന്ന് കൂടെ നിന്നവർ പരസ്പരം പറഞ്ഞു. ഈ ചതിയിൽ ധൃതരാഷ്ട്രനും പങ്കുണ്ട്. രാജാവ് ഈ ക്രൂരകർമ്മത്തിൽ നിന്നും ദുര്യോധനനെ തടഞ്ഞില്ല. ഭീഷ്മൻ പോലും ധർമ്മം നോക്കുന്നില്ല. ഹസ്തനാപുരിയുടെ അധിപനായ ഭീഷ്മർക്ക് ദുര്യോധനനെ ശിക്ഷിക്കാൻ അധികാരമുണ്ട്. പക്ഷേ ഒന്നും പ്രവർത്തിക്കാതെ മൗനമായി നിൽക്കുന്നു. നാട്ടുകാരിൽ ചിലർ വെള്ളമൊഴിച്ച് ശേഷിക്കുന്ന തീ കെടുത്തിയിട്ട് അവർ തിരച്ചിൽ നടത്തിയപ്പോൾ ഒരു സ്ത്രീയുടെ ഉൾപ്പെടെ 6 പേരുടെ മൃതദേഹങ്ങൾ അടുത്തടുത്തായി കിടക്കുന്നു. ഇത് കുന്തിയും പാണ്ഡവരുമാണെന്ന് അവർ തീർച്ചപ്പെടുത്തി. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഖനകൻ പെട്ടെന്ന് ഉള്ളിൽ കടന്ന് ആരുമറിയാതെ അകത്തെ ഗുഹാ കവാടം മണ്ണിട്ട് മൂടി. ചിലർ വിവരങ്ങൾ രാജാവിനെ ധരിപ്പിക്കാൻ ഹസ്തനാപുരിയിലേക്ക് പാഞ്ഞു. മറ്റൊരിടത്ത് മരിച്ചു കിടക്കുന്നത് പുരോചനൻ ആണെന്ന് നാട്ടുകാർ തിരിച്ചറിഞ്ഞു. വാരണാവതത്തിലെ കൊട്ടാരം തീപ്പെട്ടെന്നും കുന്തിയും പാണ്ഡവരും കത്തിക്കരിഞ്ഞെന്നും ധൃതരാഷ്ട്രൻ അറിഞ്ഞു. ഉള്ളിൽ സന്തോഷമാണെങ്കിലും നാട്ടുകാരെ ബോധിപ്പിക്കാൻ ധൃതരാഷ്ട്രൻ വിലപിച്ചു തുടങ്ങി. എന്റെ അനുജൻ, പേരുകേട്ട പാണ്ഡു വീണ്ടും മരിച്ചിരിക്കുന്നു. അമ്മയോടൊത്ത് പാണ്ഡവർ മരിച്ചതറിഞ്ഞ് എന്റെ അനുജൻ മരിച്ചപ്പോഴുണ്ടായ ദുഃഖം എനിക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്നു. ആളുകൾ എത്രയും വേഗം വാരണാവതത്തിലേക്ക് പോകട്ടെ. ആ വീരന്മാരെയും കുന്തിയെയും വേണ്ടവിധം സംസ്കരിക്കട്ടെ. മരിച്ചവരുടെ ബന്ധുക്കൾ അത്രയും അങ്ങോട്ട് പോകട്ടെ. ഈ നിലയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യണം. പിന്നെ പാണ്ഡവർക്ക് വേണ്ടി ധൃതരാഷ്ട്രനും മക്കളും ഉദകക്രിയ ചെയ്തു. അവർ നാട്ടുകാർ കാണെ പാണ്ഡുവിന്റെ പേരെടുത്തു പറഞ്ഞ് വിലപിച്ചു. എല്ലാവരും കണ്ടും കേട്ടും മൗനിയായി നിൽക്കുകയാണ്. വിതുരർ ചെയ്തത് മൗനം എന്ന രീതിയിലുള്ള ഒരവസ്ഥയാണ്. വിതുരന്റെ മൗനം ഭീഷ്മനെയും കൂടുതൽ പ്രതികരിക്കാതെ മൗനയാക്കി മാറ്റുകയായിരുന്നു. അങ്ങനെ പാണ്ഡവർ വഞ്ചിയിൽ നിന്നും ഗംഗയുടെ മറുകരയിൽ ഇറങ്ങി തെക്കോട്ട് നടന്നു. രാത്രി നക്ഷത്രങ്ങളെ നോക്കി വഴി മനസ്സിലാക്കി അവർ കൊടുങ്കാട്ടിൽ പ്രവേശിച്ചു. തളർന്നും ദാഹിച്ചും ഉറക്കം വന്നും വലഞ്ഞ യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഇതിലും കഷ്ടമായി എന്തുണ്ട് നമുക്ക് വരാൻ? ഈ കൊടുങ്കാട്ടിൽ ദിക്കറിയാതെ അലഞ്ഞു നടക്കേണ്ട ഗതികേടിലായി. നടക്കുവാനും ശക്തിയില്ലാതെയായി. പാപിയായ ആ പുരോചനൻ വെന്തുപോയോ എന്നറിയുന്നില്ല. ഒളിച്ചു പോകുന്ന നമ്മൾക്ക് എങ്ങനെ ഈ ഭയം തീരും? ഭീമ, ഇനിയും നീ ഞങ്ങളെ ചുമക്കുക. നീ ശക്തനാണല്ലോ, അല്ലാതെ വേറെ വഴിയില്ല ഭീമ. ഭീമൻ അമ്മയെയും സഹോദരങ്ങളെയും എടുത്തുകൊണ്ട് ഊക്കോടെ നടന്നു തുടങ്ങി. ആ നടത്തയുടെ ആക്കത്തിൽ കാട് ഇളകിക്കൊണ്ടിരുന്നു. മതമിളകിയ ആന നടക്കും പോലെയാണ് ഭീമൻ നടന്നു പോകുന്നത്. പലയിടത്തും പല നദികളും അരുവികളും അവർക്ക് നീന്തിക്കടക്കേണ്ടി വന്നു. പകൽ പോലും രാത്രി പോലെയാണ് ആ കൊടുങ്കാട്ടിൽ അനുഭവപ്പെട്ടത്. പല കുന്നുകളും കയറിയിറങ്ങി സന്ധ്യയോടെ അവർ ഭക്ഷണമോ വെള്ളമോ ഒന്നുമില്ലാത്ത ക്രൂര പക്ഷികൾ നിറഞ്ഞ ഒരു കാട്ടിൽ എത്തി. ദിക്ക് കാണാൻ വയ്യാത്ത മാതിരി ഇരുട്ടുമൂടി. ഉഗ്രമായ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. കാറ്റത്ത് ഇലകളും കായ്കളും പൊഴിയുന്ന ശബ്ദം കേൾക്കാം. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ അവർ ഒരിടത്ത് തളർന്നിരുന്നു. അവശതയോടെ കുന്തി മക്കളോട് പറഞ്ഞു, ഞാൻ വീരന്മാരായ പാണ്ഡവരുടെ അമ്മയാണ്. എന്നിട്ട് കൂടി അവരുടെ മധ്യത്തിലിരുന്നിട്ടും എനിക്ക് ദാഹിച്ചു പൊരിയേണ്ടി വന്നിരിക്കുന്നു. അമ്മയുടെ ദീനതയാർന്ന വാക്ക് കേട്ട് ഭീമൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി. കുറച്ചകലെയായി പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു പേരാൽ മങ്ങിയ വെളിച്ചത്തിൽ ഭീമൻ കണ്ടു. കുന്തിയെയും സഹോദരങ്ങളെയും എടുത്ത് ഭീമൻ ആ പേരാൽ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുചെന്നിരുത്തി. നിങ്ങൾ ഇവിടെ വിശ്രമിക്കൂ. വെള്ളം കിട്ടുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ജലപക്ഷികളുടെ മധുരമായ ശബ്ദം കേൾക്കുന്നു.
ഭീമൻ പറഞ്ഞു. ഉടനെ വെള്ളം കൊണ്ടുവരാൻ യുധിഷ്ഠിരൻ ഭീമനെ വിട്ടു. ഭീമൻ നടന്ന് ഒരു ജലാശയത്തിന്റെ അടുത്തെത്തി ആർത്തിയോടെ വെള്ളം കോരിക്കുടിച്ചു. എന്നിട്ട് തന്റെ ഉത്തരീയം വെള്ളത്തിൽ മുക്കി ആ വെള്ളവും കൊണ്ട് 2 വെളിപ്പാട് അകലത്തു നിന്നും ഭീമൻ വേഗത്തിൽ വന്നു. മണ്ണിൽ കിടന്നുറങ്ങുന്ന അമ്മയെയും സഹോദരങ്ങളെയും വിളിച്ചുണർത്തി ഉത്തരീയം പിഴിഞ്ഞ് വെള്ളം കുടിക്കാൻ കൊടുത്തു. ഭീമന് സങ്കടമായി. ഭീമൻ പലതും പറഞ്ഞ് കരഞ്ഞു. ഒടുവിൽ ഒരു ദൃഢപ്രതിജ്ഞ പോലെ പറഞ്ഞു, യുധിഷ്ഠിരൻ അനുവാദം തന്നിരുന്നെങ്കിൽ കുരുരാജാവേ, നിന്നെയും മക്കളെയും ശകുനിയെയും കർണനെയും ഞാൻ കൂട്ടത്തോടെ കൊന്നേനെ. കാത്തിരുന്നോളൂ, ഇവരെല്ലാം എന്റെ കൈകൊണ്ട് കൊല്ലപ്പെടും തീർച്ച. എന്റെ ജ്യേഷ്ഠൻ ധർമ്മശീലനായി പോയത് നിന്റെയൊക്കെ ഭാഗ്യം. ഈ കാട്ടിൽ നിന്ന് ദൂരത്തല്ല നഗരം എന്ന് ഭീമന് തോന്നി. ഉറങ്ങുന്നവരെ കാത്തുകൊണ്ട് ഭീമൻ ഉറങ്ങാതെ കാവലിരുന്നു. ഹിഡുംബൻ എന്ന രാക്ഷസന്റെ ആധിപത്യമുള്ള കാട്ടിലാണ് പാണ്ഡവർ വിശ്രമിക്കുന്നത്. ഹിഡുംബൻ എന്ന ഘോര രാക്ഷസൻ ഒരു വലിയ ആൽമരത്തിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം ഏതു ധീരനെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അവന്റെ രൂപം. കറുത്ത് ഭീമാകാരമായ ശരീരം, തുറിച്ച മഞ്ഞക്കണ്ണ്, നീണ്ട തേറ്റപ്പല്ലുകൾ, ഘോരമായ മുഖം, ചെമ്പൻ താടിയും തലമുടിയും, തൂങ്ങിയ വയറ്, മരത്തിന്റെ കവരം പോലെ തോളോടുകൂടിയവൻ, കൂർത്ത ചെവികൾ. മനുഷ്യമാംസം തിന്നുന്ന അവൻ വിശന്നിരിക്കുന്ന സമയമായിരുന്നു അത്. ആൽമരത്തിലിരുന്ന അവൻ ദൂരെ പേരാൽ മരച്ചുവട്ടിൽ ഉറങ്ങുന്ന പാണ്ഡവരെ കണ്ടു. ഉടനെ അവൻ വിരലുകൾ ഉയർത്തി തലചൊറിഞ്ഞ് പെരുവയറൊന്ന് തടവി പെരുവായി തുറന്ന് കോട്ടുവായിട്ട് ആർത്തിയോടെ അവരെ നോക്കി നിന്നു. ഉടനെ തൊട്ടടുത്തിരുന്ന അവന്റെ സഹോദരി ഹിഡിംബിയെ തട്ടി വിളിച്ച് അവൻ പറഞ്ഞു, വളരെ നാളായി എന്റെ ഇഷ്ടഭോജനമായ മനുഷ്യമാംസം തിന്നിട്ട് സോദരി, ഇപ്പോൾ അത് കണ്ടെത്തി. ആ മരച്ചുവട്ടിൽ കിടക്കുന്നവരെ നീ കണ്ടില്ലേ? നീ പോയി അവർ ആരെന്ന് അന്വേഷിച്ചിട്ട് വരിക. എന്നിട്ട് അവരെ കൊന്ന് നീ ഇങ്ങോട്ട് കൊണ്ടുവരിക. നമ്മൾ വാഴുന്ന രാജ്യത്ത് കിടന്നുറങ്ങുന്ന അവരെ ഭയപ്പെടേണ്ട. വേഗം ചൊല്ലൂ, മനുഷ്യമാംസം നമുക്ക് ഒന്നിച്ചു തിന്നാം. സഹോദരന്റെ വാക്കുകൾ കേട്ട ഹിഡിംബി പാണ്ഡവരുടെ അരികിലേക്ക് നടന്നു. അവൾ കുന്തിയോട് ചേർന്ന് കിടക്കുന്ന പാണ്ഡവരെ കണ്ടു. അവർക്ക് കാവലിരിക്കുന്ന ഭീമാകാരനായ ഭീമനെയും കണ്ടു. കോമളഗാത്രനായ ഭീമനെ കണ്ടപ്പോൾ അവളുടെ മനസ്സിളകി. കറുത്തവനായ ഇവൻ യുവാവാണ്, മഹാബാഹുവും മഹാപ്രഭുവുമാണ്. ഇവൻ എന്റെ ഭർത്താവായെങ്കിൽ, ഹിഡിംബി ചിന്തിച്ചു, ഇവൻ എനിക്ക് അനുരൂപനായ ഭർത്താവാണ്. ജ്യേഷ്ഠൻ പറഞ്ഞ പ്രകാരമുള്ള ക്രൂരവാക്കുകൾ ഞാൻ ഇവരോട് പറയുകയില്ല, ക്രൂരതയും ചെയ്യില്ല. ഞാൻ ഇവരെ ഉപദ്രവിക്കില്ല. ഭർത്താവിന്റെ സ്നേഹത്തിന് സഹോദരന്റെ സ്നേഹത്തെക്കാൾ ശക്തി കൂടും. ഇവരെ കൊന്നാൽ അല്പനേരത്തേക്ക് എനിക്കും സഹോദരനും രസമാകും. എന്നാൽ ഇവരെ കൊല്ലാതിരുന്നാൽ ജീവിതകാലം മുഴുവൻ രസത്തോടെ ജീവിക്കാം. ഇങ്ങനെ ചിന്തിച്ച ഹിഡിംബി തന്റെ ഭീകരമായ രൂപം മന്ത്രശക്തിയാൽ മാറ്റി സുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപം കൈക്കൊണ്ടു. അവൾ ഭീമന്റെ അടുത്തേക്ക് സാവധാനം ചെന്നു. മെയ്യിൽ ആഭരണങ്ങൾ അണിഞ്ഞ് വർണ്ണ വസ്ത്രങ്ങളുടുത്ത് ഗജഗാമിനിയായി ലജ്ജാവതിയാണ് അവൾ ചെന്നത്. അവൾ ഭീമനോട് മൃദുവായി പറഞ്ഞു, ഭവാൻ ആരാണ്? എവിടെ നിന്ന് വരുന്നു? സുന്ദരിയും ദേവരൂപിയുമായി ഈ കിടന്നുറങ്ങുന്ന സ്ത്രീ ആരാണ്? ഇവൾ കാട് സ്വന്തം വീട് പോലെ കരുതിയാണല്ലോ ഉറങ്ങുന്നത്. ഈ കാട് രാക്ഷസന്മാരുടെ വിഹാരഭൂമിയാണെന്ന് അങ്ങേക്കറിയില്ലേ? ഈ കാട്ടിലാണ് ദുഷ്ടനായ ഹിഡിംബൻ താമസിക്കുന്നത്. അവന്റെ സഹോദരിയാണ് ഞാൻ. നിങ്ങളെ കൊണ്ടുചെല്ലാൻ അവനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ദേവതുല്യനായ അങ്ങയെ കണ്ടപ്പോൾ മറ്റൊരാളെ ഭർത്താവായി കെട്ടാനുള്ള എൻ്റെ ആഗ്രഹം അവസാനിച്ചു. ഞാൻ പറയുന്നത്
സത്യമാണ്. സ്ത്രീധർമ്മവും പുരുഷധർമ്മവും അങ്ങേക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതറിഞ്ഞ് ഭവാൻ വേണ്ടത് ചെയ്താലും അങ്ങെന്നെ സ്വീകരിച്ചാലും മാംസദാഹിയായ രാക്ഷസനിൽ നിന്ന് ഞാൻ അങ്ങയെ രക്ഷിക്കാം. ഈ കാടും വീടും വാഴുന്ന രാജാവായി അങ്ങ് എൻ്റെ ഭർത്താവാകണം. എനിക്ക് ആകാശത്തും മറ്റ് എവിടെയും യഥേഷ്ടം സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. അവളുടെ വാക്കുകൾ കേട്ട് ഭീമൻ പറഞ്ഞു, ഈ ഉറങ്ങിക്കിടക്കുന്നത് എൻ്റെ അമ്മയും സഹോദരങ്ങളുമാണ്. അവരെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ കഴിയുമോ? ഹേ രാക്ഷസി, ഇവരെ രാക്ഷസന്മാർക്ക് തിന്നാൻ കൊടുത്തിട്ട് പ്രേമം പിടിപെട്ട മാതിരി ഞാൻ കൂട്ടത്തിൽ നിന്ന് ഓടിപ്പോകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ കൂടുതൽ വൈകാരികമായി ഹിഡിംബി പറഞ്ഞു, നിനക്ക് ഇഷ്ടം എന്താണോ അത് ഞാൻ ചെയ്യാം. അവരെ വിളിച്ചുണർത്തൂ. രാക്ഷസരിൽ നിന്നും അവരെ ഞാൻ രക്ഷിച്ചോളാം. തെല്ല് ഗർവോടെ ഭീമൻ പറഞ്ഞു, നിന്റെ സഹോദരനെ പേടിച്ച് സുഖമായി ഉറങ്ങുന്ന ഇവരെ വിളിച്ചുണർത്താൻ ഞാൻ തയ്യാറല്ല. സുന്ദരി, രാക്ഷസന്മാർക്ക് എന്റെ ശക്തിയോട് കിടപിടിക്കാൻ കഴിയില്ല. മനുഷ്യർക്കോ ഗന്ധർവന്മാർക്കോ യക്ഷന്മാർക്കോ എന്നോട് പൊരുതാൻ ശക്തിയില്ല. ഭദ്രേ, നിനക്ക് പോകാം, അല്ലെങ്കിൽ ഇവിടെ നിൽക്കാം. അത് നിന്റെ ഇഷ്ടം. അതല്ല, നീ പോയി രക്തദാഹിയായ സഹോദരനെ അയച്ചാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ സമയം ഹിഡിംബൻ അക്ഷമനായി നിൽക്കുകയായിരുന്നു. സഹോദരിയെ കാണുന്നില്ല. അവളെന്തേ ഇത്ര വൈകുവാൻ എന്നു ചിന്തിച്ച് ഹിഡിംബൻ ആൽമരത്തിൽ നിന്നിറങ്ങി പാണ്ഡവരുടെ അടുത്തേക്ക് നടന്നു. ഭീമാകാരമായ ഭാവത്തോടെ ഹിഡിംബൻ വരുന്നത് കണ്ട് ഭയത്തോടെ ഹിഡിംബി ഭീമനോട് വെപ്രാളത്തിൽ പറഞ്ഞു, നോക്കൂ, ദുഷ്ടനായ അവൻ കോപിച്ചു വരുന്നത് കണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ വേഗം ചെയ്യൂ. എനിക്കിഷ്ടം പോലെ എവിടെയും പോകാം. നീ എന്റെ ചുമലിൽ കയറട്ടെ. മറ്റുള്ളവരെ ഞാൻ എടുത്തോളാം. ആകാശമാർഗേണ നമുക്ക് പറന്ന് എവിടെയെങ്കിലും പോയി ഒളിക്കാം. അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു പരിഹാസ പുഞ്ചിരിയാണ് ഭീമനിൽ നിന്നുണ്ടായത്. ഭീമൻ നിസ്സാരമായി പറഞ്ഞു, നീ പേടിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവൻ മരിച്ചെന്ന് കരുതിയാ മതി. നിന്റെ കൺമുൻപിൽ വെച്ച് ഞാൻ ഇവനെ കൊല്ലാം. സുന്ദരി, എന്നോട് കിടപിടിക്കാൻ ഇവൻ പോരാ. എന്റെ ഊക്ക് താങ്ങുവാനുള്ള ശക്തി ഇവനില്ല. തുമ്പിക്കൈ പോലുള്ള എന്റെ ഈ കൈകൾ നീ കണ്ടോ? ഇരുമ്പ് പോലുള്ള എന്റെ തുടകൾ കണ്ടോ? ഇനി നീ എന്റെ പരാക്രമം കണ്ടോളൂ. ഞാൻ മനുഷ്യനാണെന്ന് വെച്ച് നീ പുച്ഛിക്കേണ്ട. ഹിഡിംബി പറഞ്ഞു, ഞാൻ ഭവാനെ പുച്ഛിക്കുന്നതല്ല. മനുഷ്യകുലത്തിലെ രാക്ഷസനാണ് അങ്ങ്. ഭീമന്റെയും ഹിഡിംബിയുടെയും സംസാരം കേട്ടുകൊണ്ട് ഹിഡിംബൻ അടുത്തു വന്നു. മനുഷ്യവേഷം ധരിച്ച് മനോമോഹനിയായി ഭീമന്റെ അടുത്തുനിന്ന് ശങ്കരിക്കുന്ന ഹിഡിംബിയെ കണ്ട് ഹിഡിംബന് കലിയിളകി. ഹിഡിംബൻ കണ്ണുരുട്ടിക്കൊണ്ട് ഹിഡിംബിയോട് പറഞ്ഞു, വിശന്നു നിൽക്കുന്ന എന്നെ ഒരുത്തനും പേടിപ്പെടുത്തുന്നില്ല. എന്റെ കോപത്തെയും നീ പരിഗണിക്കുന്നില്ല. എടി ധിക്കാരി, നീ രാക്ഷസ കുലത്തിനൊക്കെ പേരുദോഷം ഉണ്ടാക്കി. നീ ആരെയാണോ ആശ്രയിച്ച് നിന്നത് അവരെയൊക്കെ ഇപ്പോൾ തന്നെ ഞാൻ കൊല്ലും. പിന്നെ നിന്നെയും കൊല്ലും. ഹിഡിംബൻ കോപത്തോടെ കൈകളുയർത്തി സഹോദരിക്ക് നേരെ അടുത്തപ്പോൾ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പരിഹാസത്തിൽ ഹിഡിംബനോട് ഭീമൻ പറഞ്ഞു, നിൽക്ക് നിൽക്ക്, എടാ ദുർബുദ്ധി ഹിഡിംബ. ഉറങ്ങുന്നവരെ എന്തിനു നീ ഉണർത്തുന്നു? എന്നോട് നീ ഒന്ന് പിടിച്ചു നോക്കൂ. എന്റെ കൈക്കുരുത്ത് ഒന്ന് അറിയൂ. നീ ഇവളെ എന്തിന് ഉപദ്രവിക്കുന്നു? അവൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കുറ്റം ചെയ്തത് ഞാനാണ്. നീ എന്നോട് പൊരുതൂ. നിന്റെ സഹോദരി സ്വമേധയായോ അല്ലെങ്കിൽ അവളുടെ ആഗ്രഹം പോലെയോ എന്നെ ആഗ്രഹിച്ചതല്ല. അവളുടെ ഉള്ളിലുള്ള കാമത്തിന്റെ പ്രേരണയാണ്. എന്നിൽ അവൾക്ക് കാമമുണ്ടായി. അവൾ കുലത്തിന് യാതൊരു കളങ്കവും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ കുഴപ്പമുണ്ടാക്കിയവൻ കാമനാണ്. ആ നിലയ്ക്ക്
അവളെ കൊന്നുകൂടാ. മാത്രമല്ല, എന്റെ കൺമുൻപിൽ വെച്ച് ഒരു പെണ്ണിനെ ഉപദ്രവിക്കാനും ഞാൻ ഒരിക്കലും ആരെയും അനുവദിക്കില്ല. നീ എന്നോട് ഒറ്റയ്ക്ക് എതിർത്തു നോക്കൂ. നിന്നെ യമപുരിക്ക് അയക്കാൻ ഞാൻ ഒരുത്തൻ പോരാ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ തല ഞാൻ ആന ചവിട്ടി മെതിക്കുന്നത് പോലെ തട്ടിത്തെറിപ്പിക്കും. ഈ കാട് ഞാൻ രാക്ഷസന്മാരിൽ നിന്നും മോചിപ്പിക്കും. ഭീമന്റെ വാക്കുകൾ കേട്ട് കലിയിളകിയ ഹിഡിംബൻ പറഞ്ഞു, എടാ മനുഷ്യ, നിന്റെ ഗർജനം കൊണ്ടും പൊങ്ങച്ചം കൊണ്ടും എന്ത് കാര്യം? വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. നീ വലിയ വീരനാണെന്ന് നിനക്കൊരു ധാരണയുണ്ട്. അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ്. എന്നോട് പൊരുതുമ്പോൾ നിനക്കത് മനസ്സിലാകും. അതുവരെ ഉറങ്ങുന്നവരെ ഞാൻ കൊല്ലില്ല. സുഖിച്ച് ഉറങ്ങട്ടെ. ആദ്യം നിന്നെയും പിന്നെ ഉറങ്ങുന്നവരെയും അത് കഴിഞ്ഞ് തെറ്റുകാരിയായ ഇവളെയും ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് കൈ ഊങ്ങിക്കൊണ്ട് അവൻ ഭീമന് നേരെ പാഞ്ഞെടുത്തു. അവന്റെ കയ്യിൽ ഭീമൻ നിഷ്പ്രയാസം പിടിച്ചു. അവനെ ഉയർത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സിംഹം മാനിനെ വലിച്ചെറിയുന്ന വിധത്തിലാണ് എറിഞ്ഞത്. പിടഞ്ഞെഴുന്നേറ്റ് ഓടിവന്ന രാക്ഷസൻ ഭീമനെ വട്ടത്തിൽ പിടിച്ചൊന്നു ഘോരമായി ഞെക്കിക്കൊണ്ട് അലറി. ഉറങ്ങുന്നവരെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ഭീമൻ അവനെ പിടിച്ചുകൊണ്ട് ദൂരേക്ക് നടന്നു. അവർ തമ്മിൽ വലിയ പിടിയും വലിയുമായി. കാട് കുലുങ്ങി, വൃക്ഷങ്ങൾ കടപുഴകി വീണു. രണ്ടാനകൾ തമ്മിലുള്ള പിടിവലി പോലെയായി ആ കാട്ടിൽ. അട്ടഹാസവും അലർച്ചയും കേട്ട് ഉറങ്ങിക്കിടന്നവർ ഉണർന്നു. അവർ മുന്നിൽ നിൽക്കുന്ന ഹിഡിംബിയെ കണ്ടു. അവളുടെ ദിവ്യമായ രൂപം കണ്ട് 4 പാണ്ഡവരും അത്ഭുതത്തോടെ അവളെ നോക്കി. കുന്തിക്കും അവളെ അത്ഭുതമായി തോന്നി. കുന്തി അവളോട് ചോദിച്ചു, ദേവകന്യകയെ പോലിരിക്കുന്ന സുന്ദരി, നീ ആരാണ്? ആരുടെ മകളാണ്? എവിടെ നിന്ന് വന്നു? എന്തിനു വന്നു? നീ ഈ വനത്തിന്റെ ദേവതയാണോ അതോ അപ്സര സ്ത്രീയാണോ? അപ്പോൾ ഹിഡിംബി സൗമ്യമായി പറഞ്ഞു, നോക്കൂ, ആ കാണുന്ന കൊടും കാട്ടിലാണ് ഞാനും എൻ്റെ സഹോദരൻ ഹിഡിംബനും താമസിക്കുന്നത്. മക്കളോട് കൂടിയ നിങ്ങളെ എല്ലാവരെയും കൊല്ലാനാണ് ചേട്ടൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇവിടെ വന്നപ്പോൾ മഹാബാഹുവായ അമ്മയുടെ പുത്രനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിൽ എനിക്ക് മോഹമുണ്ടായി. ഞാൻ അദ്ദേഹത്തെ ഭർത്താവായി മനസ്സിൽ ഭരിച്ചു. മാംസക്കൊതിയനായ എൻ്റെ ചേട്ടൻ നിങ്ങളെ കൊല്ലാനായി പാഞ്ഞു വന്നു. അപ്പോൾ അവിടുത്തെ പുത്രൻ അവനെ തടഞ്ഞു. അവനെ വലിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയിരിക്കുന്നു. അവർ തമ്മിൽ ഘോരമായ പിടിവലി നടക്കുകയാണ്. അവളുടെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരൻ ചാടി എഴുന്നേറ്റു. പിന്നാലെ അർജുനനും നകുല സഹദേവന്മാരും എഴുന്നേറ്റു. പരസ്പരം കൂട്ടിയിടിക്കുന്ന ഹിഡിംബനെയും ഭീമനെയും അവർ കണ്ടു. എങ്ങും പൊടിപടലം ഉയർന്നു. ഉടനെ അർജുനൻ വിളിച്ചു പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾ ഉറങ്ങിപ്പോയത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല. ചേട്ടനൊറ്റയ്ക്കല്ല, സഹായത്തിന് ഞാനുമുണ്ട്. അപ്പോൾ ഭീമൻ വിളിച്ചു പറഞ്ഞു, പാർത്ഥ, പേടിക്കണ്ട, ഇവനെ കൊല്ലാൻ ഞാൻ മാത്രം മതി. അപ്പോൾ അർജുനൻ വിളിച്ചു പറഞ്ഞു, എങ്കിൽ വൈകിക്കേണ്ട ചേട്ടാ, അവനെ കൊന്നുകളഞ്ഞേക്കൂ. അർജുനൻ പറഞ്ഞ ഉടനെ ഭീമൻ ഉഗ്രമായ കോപത്തോടെ രാക്ഷസന്റെ ദേഹം പിടിച്ചുപൊക്കി 100 വട്ടം ഊക്കോടെ കറക്കി നിലത്ത് ആഞ്ഞൊരടി കൊടുത്തു. പിന്നെ പിടിച്ചുപൊക്കി മൃഗങ്ങളെ കൊല്ലുന്ന മാതിരി അവന്റെ നട്ടെല്ല് വളച്ച് ഒടിച്ച് കൊന്നു. ഹിഡിംബൻ മരിച്ചത് കണ്ടപ്പോൾ കുന്തിക്കും മറ്റു പാണ്ഡവർക്കും സന്തോഷമായി. ഹിഡിംബന്റെ ജഡം ഉപേക്ഷിച്ച് ഭീമൻ അവരുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അർജുനൻ പറഞ്ഞു, നേരം പുലരാറായി. നഗരം വളരെ അടുത്താണെന്ന് തോന്നുന്നു. ദുര്യോധനന്റെ ആൾക്കാർ നമ്മെ കണ്ടുപിടിക്കരുതല്ലോ. അപ്പോൾ ഭീമൻ ദുഃഖത്തിൽ നിന്ന ഹിഡിംബിയോട് പറഞ്ഞു, ഹേ ഹിഡിംബി, നീ പൊയ്ക്കോളൂ. നിന്റെ ചേട്ടൻ പോയ വഴിക്ക് നീയും പോകൂ. നീ മരിക്കുകയാണ് നല്ലത്. രാക്ഷസർ ഉള്ളിൽ കളം വയ്ക്കുന്നവരാണ്.
അവർ മായ പ്രയോഗിച്ച് ചതിക്കുന്നവരാണ്. ഭീമന്റെ വാക്കുകൾ യുധിഷ്ഠിരന് ഇഷ്ടമായില്ല. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമ, കോപിച്ചു വരുന്ന പെണ്ണാണെങ്കിലും സ്ത്രീജനത്തെ കൊല്ലരുത്. നീ ധർമ്മത്തെ നോക്കണം. ഇടഞ്ഞു വന്ന ആ രാക്ഷസനെ നീ കൊന്നു. പക്ഷേ ഇവൾ എന്തു ചെയ്യാനാണ്? ഹിഡിംബി ധർമ്മപുത്രനെയും കുന്തിയെയും വണങ്ങി. കുന്തിയോടായി അവൾ ഇപ്രകാരം പറഞ്ഞു, ഭവതിക്കറിയാമല്ലോ സ്ത്രീഹൃദയം. ഇക്കാലമത്രയും എൻ്റെ മനസ്സിൽ മറ്റൊരു ചിന്ത ഇല്ലായിരുന്നു. ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ എല്ലാം മറന്നു. എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ആൾക്കാരെയെല്ലാം ഉപേക്ഷിക്കുന്നു. ഭവതിയും ഭവതിയുടെ പുത്രനും എന്നെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഇത് സത്യമാണ്. ഒരു ദാസിയായിട്ടെങ്കിലും ഞാൻ കഴിഞ്ഞോളാം. ഈ ധീരനോടൊപ്പം ചേരുവാൻ എന്നെ അനുവദിക്കണം. ഏത് ദുർഘടഘട്ടത്തിലും ഞാൻ നിങ്ങൾക്ക് സഹായത്തിനായി എത്തും. ഹിഡിംബിയുടെ വാക്കുകൾ കേട്ട് യുധിഷ്ഠിരന്റെ മനസ്സലിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഹേ ഹിഡിംബി, നീ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ വിശ്വസിക്കുന്നു. നീ സത്യം പോലെ നിൽക്കുകയും വേണം. ഉദയം മുതൽ അസ്തമയം വരെ നിങ്ങൾ ഒന്നിച്ചു കഴിയുക. അതിനുശേഷം ഭീമനെ ഇവിടെ എത്തിക്കണം. ദിവസവും പകൽ മാത്രം നിങ്ങൾ ഒന്നിച്ചു കഴിയുക. അങ്ങനെ ചെയ്യാമെന്ന് ഹിഡിംബി സമ്മതിച്ചു. അപ്പോൾ ഭീമൻ ഹിഡിംബിയോടായി പറഞ്ഞു, വരവർണ്ണിനി, നീ എനിക്ക് വാക്ക് തരണം. നിനക്കൊരു പുത്രനുണ്ടാകുന്നത് വരെ മാത്രമേ ഞാൻ നിന്നോടൊത്ത് കഴിയുകയുള്ളൂ. അതിന് വാക്കു തരണം. സമ്മതമാണോ? അപ്രകാരം ആകാമെന്ന് ഹിഡിംബി സമ്മതിച്ചു. കുന്തിയെ തൊഴുത ഹിഡിംബി ഭീമന്റെ കൈക്ക് പിടിച്ച് മേൽപോട്ടുയർന്നു. രമ്യ മനോഹരങ്ങളായ ഗിരിപാർശ്വത്തിലേക്ക് അവർ പറന്നുപോയി.